ഹലോ, അങ്ങനെ അതിരടി പടം കണ്ടു കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. വെറും തല്ലിപ്പൊളി പടമായി പോയിട്ടോ. ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, വെറുത്തു പോവും. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ക്ലൈമാക്സ് സീൻ കുറച്ച് ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം, വിനീത് ശ്രീനിവാസൻ വരുന്നതൊക്കെ. പക്ഷേ എൻ്റെ പൊന്ന് വെറുപ്പിച്ചതിന് കൈയും കണക്കുമില്ല. നമുക്ക് ടോവിനോയിൽ നിന്ന് തന്നെ തുടങ്ങാം. ടോവിനോട് ആ ഒരു തിരുവനന്തപുരം സ്റ്റൈല് അപ്പി എന്തിനു കൊള്ളാം. അതേപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ വൺ ഓഫ് ദ വേസ്റ്റ് പെർഫോമൻസ് തന്നെ പറയണം കേട്ടോ ഇത്. പിന്നെ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന റിയ ഷിബു, നമ്മുടെ ദലുലു, എൻ്റെ പൊന്നു എന്നാ വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അറിയാമോ. അതേപോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പടത്തിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണ്. പാട്ടുകളാണെങ്കിൽ എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. ഒരു നല്ല പാട്ട് പോലും ഇല്ല, കഥയൊന്നുമില്ല, സിമ്പിൾ കഥയാണ്. ഒരു കോളേജിൽ ഫെസ്റ്റ് നടത്താനായിട്ട് കഷ്ടപ്പെടുന്ന ബേസിൽ ജോസഫ്, ദാറ്റ് ഈസ് ദ സ്റ്റോറി. പടത്തിനകത്ത് ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. ആദ്യം കാണിക്കുന്ന ഒരു വിരളി പിടിച്ചൊരാൾ മന്ദബുദ്ധിയെ കാണിക്കുന്നു, പിന്നെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് ബുദ്ധി വെക്കുന്നു, പിന്നെ ഒരു മന്ദബുദ്ധിയായിട്ട് കാണിക്കുന്നു. പിന്നെ ടൊവിനോ, ഈ രണ്ട് പേരും തമ്മിലുള്ള ഈ ക്ലാഷ് ഉണ്ടാവാനായിട്ട് ഇവരുണ്ടാക്കിയിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും തമ്മിൽ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കണമല്ലോ കഥയിൽ, എന്നാലല്ലേ അടുത്ത ആ ഒരു സീനിലോട്ട് നമുക്ക് ആ ഒരു ഇതുണ്ടാവും. പക്ഷേ എൻ്റെ പൊന്നു വെറും ചീള് കേസായിപ്പോയി. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. റൈറ്റിനൊരു കിടിലം ഒബ്ജക്റ്റീവ് ഒന്നും കിട്ടാത്തതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്തൊരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് പിന്നെ ഇതിനകത്ത് കാളരാഗമായിട്ടാണ് നമ്മുടെ ടോവിനോ പാടുന്നത്. ടോവിനോയുടെ ക്യാരക്ടർ കാണിച്ചത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് അത്യാവശ്യം സ്ലാപ്സ്റ്റിക് കോമഡിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ടോവിനോയുടെ വൈഫായിട്ട് കാണിക്കുന്നത് സെറിൻ ഷിഹാബിന് വലിയ ക്യാരക്ടറൊന്നും ഇല്ല ഇതിനകത്ത്. പെഡിക്യൂറിനെ വേറെ എന്തോ പറയുന്നു, ടോവിനോ ആണ് പറയുന്നത്, അത് ഇവൾ കറക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കോമഡി. പിന്നെ അതേപോലെ തന്നെ ദർശന സ്റ്റാർട്ടിങ്ങിൽ കോളേജിൻ്റെ ഒരു 5 മിനിറ്റ് പോലും സീനില്ല, 5 മിനിറ്റ് പോലും, മേ ബി അറൗണ്ട് 4 മിനിറ്റ്സ് അതേ ഉള്ളൂ. പക്ഷേ സിനിമയ്ക്കകത്ത് ലാസ്റ്റ് ഒരു പടം വെച്ചേക്കുവാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഈ പടത്തിനകത്ത് പൈസ കൊടുത്തതിന് അത്യാവശ്യമെങ്കിലും കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ട് അഭിനയിച്ചത് ഷെൽവിൻ ജെയിംസ് എന്ന് തന്നെ പറയാം, RJ അല്ലേ, ഹീ വാസ് ഗുഡ്. അതല്ലാതെ ഈ പടത്തിനകത്ത് വിനീത് ശ്രീനിവാസനൊക്കെ വെറുപ്പിച്ചതിന് കൈയും കണക്കൂല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ പൊന്ന് വിനീതേട്ടാ, പണ്ടത്തെ കുറേ നല്ല പാട്ടുകളൊക്കെ നിങ്ങൾ പാടിയേക്കുന്നത്, വി സ്റ്റിൽ ലവ് ദോസ് സോങ്. മറ്റേ നമ്മുടെ നരനിലെ നരൻ, അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈയിടെയായിട്ട് നിങ്ങളൊക്കെ പാടുന്ന പാട്ടുണ്ടല്ലോ, അയ്യോ, ദർ ആർ ഫ്യൂ സോങ്സ് ഓഫ് യുവേഴ്സ് വിച്ച് ഐ റിയലി ടെൽ യു ഐ ഹേറ്റ് ദോസ് സോങ്സ്. ഷാൻ റഹ്മാൻ, മ്യൂസിക്കോ നേരെ ചെവി അറിയത്തില്ല, അഭിനയിക്കാനാണെങ്കിൽ ഒട്ടും അറിയത്തില്ല. എന്തിന് കുറേ ഒരു കോണക്കട്ട കുറേ ഇംഗ്ലീഷൊക്കെ സംസാരിച്ചിട്ട്, വാട്ട് ദ ഹെൽ മാൻ. പിന്നെ പറയണമെങ്കിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷേ ഒരാൾ പോലും നേരെ ചൊവ്വേ അഭിനയിച്ചില്ല എന്നുള്ളതാണ്. ഈ ഇൻസിഡൻറ്റ് ആക്ച്വലി ഐ തിങ്ക് സോ 2023 ഐ തിങ്ക് സോ 24, ഐ ഡോണ്ട് റിമെമ്പർ ദ ഡേറ്റ്. അന്നൊരു സ്റ്റാമ്പേഡ് നടന്നിരുന്നു ക്യുസാറ്റ് കൊച്ചി കോളേജിൽ, ഒരു 4 പേര് മരിച്ചു. എനിക്ക് തോന്നുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ ആ ഒരു ഇത് വെച്ചിട്ടാണ് റൈറ്റർ ഈ ഒരു പടവണ്ടാരം കൂറപ്പടം എടുത്ത് വെച്ചേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ കോളേജിൽ ഫെസ്റ്റിവൽ നടത്താത്തതുകൊണ്ട് ഒരു നാട്ടുകാരനും ആ ലോക്കൽ ഗുണ്ടയായ ടോവിനോയും ഇവനും തമ്മിലുള്ള ബേസിൽ ജോസഫായിട്ടുള്ളത്. ബേസിൽ ജോസഫിൻ്റെ ഫാമിലി ഇതൊക്കെ കാണിക്കുന്നത് അപ്പനൊക്കെ അങ്ങ് ഓവറാക്കുക, അങ്ങ് അഭിനയിച്ച്. ഒരു ഇമോഷൻസ് വർക്കൗട്ടായിട്ടില്ല പടത്തിൽ, ഒരു ഇമോഷൻസ് പോലും നമുക്ക് ഫീൽ ആവത്തില്ല ഒരിക്കലും. ഈ പടത്തെ ഞാൻ 5-ൽ ഒരു 1/2 മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ റിവ്യൂസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.